ഹലോ! നീത്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിന്റെ പുതിയ വിശേഷം നോക്കിയാലോ? അങ്ങനെ നമ്മളെ സുഭാഷേട്ടന്റെയും സുനന്ദയുടെയും വിവാഹം രഹസ്യമായിട്ട് അമ്പലത്തിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം പിറകിൽ നിധിയാണ് ട്ടോ. നിധിയും അതുപോലെ തന്നെ അനിയന്മാരുമാണ് പ്രവർത്തിക്കുന്നത്. നിധി പറയുന്നത് കേട്ടിട്ടാട്ടോ അവരിങ്ങനെ അനുസരിക്കുന്നത്. എന്തായാലും നിധിയോടുള്ള ഒരു ബഹുമാനത്തിന്റെ പുറത്തും സ്നേഹത്തിന്റെ പുറത്തുമാണ് അവള് പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അവരെല്ലാവരും അതിന് കൂട്ടുനിൽക്കുന്നത്. എന്തായാലും സുനന്ദ കൃത്യം 10 മണിയാവുമ്പോൾ അമ്പലത്തിൽ എത്താന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ സമയത്തിന്റെ എത്രയോ മുൻപ് തന്നെ നമ്മുടെ സുഭാഷ് ചേട്ടനും അതുപോലെ തന്നെ ഹരീഷും നികേഷും നിധിയൊക്കെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ആദ്യം നമ്മളെ സുധീഷും അതുപോലെ തന്നെ നിധിയും അമ്പലത്തിലെത്തി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ സുഭാഷ് ചേട്ടൻ വരുന്നത്. സുഭാഷ് ചേട്ടൻ എന്തായാലും നല്ല സുന്ദരനായിട്ട് ഒരു കല്യാണ ചെറുക്കനൊക്കെ ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മളെ സുനന്ദയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. എല്ലാവരും അവിടെ വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ സുധീഷ് ആണെങ്കിൽ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റെസീറ്റും കാര്യങ്ങളൊക്കെ നോക്കലും ബില്ലടയ്ക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളെ സുധീഷാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിധിയാണെങ്കിൽ താലി പൂജിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ നമ്മളെ സുനന്ദ ഇപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാവരും നല്ല ഒരുക്കത്തിലാണ്. പക്ഷെ നമ്മളെ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് സുനന്ദ വരട്ടെ, എന്നിട്ട് നമുക്ക് താലിയൊക്കെ പൂജിക്കാൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാവരും സുനന്ദ വരും, സുഭാഷ് ചേട്ടനും ടെൻഷൻ അടിക്കാതിരിക്കുക, സുനന്ദ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഹരീഷ് ആണെങ്കിൽ പറയുന്നുണ്ട് അതല്ല ടെൻഷൻ, ഇത് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ടെൻഷൻ എന്ന് പറയുന്നുണ്ട്. എന്തായാലും സുഭാഷ് ചേട്ടന് കഴിഞ്ഞാലുള്ള കാര്യവും അതുപോലെ തന്നെ സുനന്ദ എത്താത്തതിൻ്റെ ടെൻഷനും എല്ലാം ആലോചിച്ചിട്ട് ഭയങ്കര മൂഡ് ഓഫിലാണ് അമ്പലത്തിൽ ഇരിക്കുന്നത്. എന്തായാലും ഒരു കല്യാണ ചെക്കൻ്റെ സന്തോഷമൊന്നും ആ മുഖത്ത് കാണാനില്ല. എന്തായാലും ആരും അറിയാതെ കഴിക്കുന്ന കല്യാണമല്ല, അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ. പിന്നെ സുനന്ദയ്ക്ക് വേറെ വിവാഹം ആലോചിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വീട്ടുകാരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ സുഭാഷ് ചേട്ടൻ്റെ പ്രശ്നമാണ്. അപ്പം എന്തായാലും സമയമായിട്ടും നമ്മളെ സുനന്ദ എത്താതെ ആയപ്പോൾ ഇവർക്ക് ടെൻഷനായി. അങ്ങനെ നിധി സുനന്ദയെ വിളിച്ച് നോക്കുകയാണ്. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട് അമ്മ എൻ്റെ കല്യാണം പറയാനായിട്ട് പുറത്തേക്ക് ഇപ്പോൾ പോകും, കുടുംബ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് ആരും കാണാതെ ഇറങ്ങിക്കോളാം എന്ന് പറയുന്നുണ്ട്. വീട്ടിൽ അച്ചമ്മയാണുള്ളത്. അപ്പോൾ അമ്മ പോകാൻ വേണ്ടിയിട്ട് സുനന്ദ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധിയാണെങ്കിൽ നീ വരുമ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റ്സും നിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം നിധിക്ക് പറ്റിയ അബദ്ധം നമ്മളെ സുനന്ദയ്ക്ക് പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ നിധി അങ്ങനെ പറഞ്ഞത്. അപ്പം സുധീഷ് അതിൻ്റെ ഇടയിൽ കോളടിക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ്സ് ഇല്ലാതെ കല്യാണം നടത്താനുള്ള കാര്യമൊക്കെ നമ്മളെ സുധീഷിനെ അറിയാമെന്നൊക്കെയാണ് നമ്മൾ നിധി പറയുന്നത്. എന്തായാലും അങ്ങനെ എനിക്കറിയില്ല നമ്മുടെ കല്യാണം എങ്ങനെയാണ് കഴിഞ്ഞത്, സർട്ടിഫിക്കറ്റ്സ് ഇല്ലാതെ എങ്ങനെയാണ് കഴിഞ്ഞത് എന്നുള്ള കാര്യം എനിക്കറിയില്ല നിധി, സത്യമായിട്ടും എനിക്കറിയില്ല എന്നൊക്കെ സുധീഷ് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആരും പറയുന്നത് കേൾക്കാതെ നിധി താലി പൂജിക്കുക എന്നുള്ള തയ്യാറെടുപ്പാണ്. സുഭാഷ് ചേട്ടൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. സുനന്ദ വരുന്നതിന് മുൻപേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. 11 മണിയാകുമ്പോഴേക്കും നട അടയ്ക്കും, അതിൻ്റെ മുൻപ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തീർക്കണം. സുഭാഷ് ചേട്ടനാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് വിയർക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഹരീഷും നികേഷൊക്കെ ഇങ്ങനെ വീശി കൊടുക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ വേണ്ടത് വെയിൽ കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ മുഖത്ത് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എന്തായാലും നമ്മളെ സുനന്ദ വരുമോ ഇല്ലയെന്ന് ആലോചിച്ചുള്ള ടെൻഷനാണ് ഇപ്പോൾ കൂടുതലുള്ളത്. സമയമായിട്ടും സുനന്ദയെ കാണുന്നില്ല. അപ്പം നിധിയാണെങ്കിൽ പോയി പറയുന്നുണ്ട് ഞാൻ സുനന്ദയെ വിളിച്ചിരുന്നു, അവളുടെ അമ്മയെ കണ്ണുവെട്ടിച്ച് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്, അമ്മ പുറത്തേക്ക് പോകുന്നത് കാത്തിരിക്കുകയാണ്, ഇപ്പോൾ വരും എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളെ സുനന്ദയാണെങ്കിൽ വീട്ടിൽ അതിലേറെ ടെൻഷനിലാണ് കേട്ടോ. അവൾക്ക് അവിടെ നിന്ന് വിട്ടു പോകുന്നതിലുള്ള ടെൻഷനുണ്ട്. കാരണം അവളൊരു വീട്ടിൽ മാത്രം അടിഞ്ഞു കൂടിയിട്ട് വീട്ടുകാരെ വാക്ക് മാത്രം കേട്ടിട്ടൊരു കുട്ടിയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ അവൾക്ക് അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് സന്തോഷവും ഉണ്ട്. എന്തായാലും വീട്ടുകാരെ ആലോചിച്ചിട്ടുള്ള പേടിയുമുണ്ട്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞാലും വീട്ടുകാർ താൻ ചെയ്തത് നല്ലതാണെന്ന് വിചാരിക്കണേ, ഇത് ഞാൻ ചെയ്തത് നല്ലതാണെന്ന് വിചാരിക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സുനന്ദ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടുകാർക്ക് തന്നോട് വെറുപ്പുണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വീട്ടുകാരുമായിട്ട് കഴിഞ്ഞ നല്ല നിമിഷങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും സുനന്ദയ്ക്കും നല്ല വിഷമമുണ്ട് അവിടുന്ന് പോരുന്നതിൽ. പക്ഷേ സുഭാഷ് ചേട്ടനെ കല്യാണം കഴിക്കുന്നത് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്തായാലും അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് നമ്മളെ സുനന്ദ അവിടുന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്ത് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ ഇവിടെ അമ്പലത്തിൽ ഇവർ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അച്ചമ്മ അവിടെ ഹാളിൽ ഇരുന്നിട്ട് ഇങ്ങനെ പച്ചക്കറി അരിഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ അച്ചമ്മേൻ്റെ കണ്ണ് വെട്ടിച്ച് പോവണം എന്നാണ് ഇവള് വിചാരിച്ചത്. കാരണം അച്ചമ്മയോട് അതിൻ്റെ മുൻപേ അമ്മ പറഞ്ഞിട്ടുണ്ട് സുനന്ദയുടെ മേലൊരു കണ്ണ് വേണം എന്ന് പറഞ്ഞതാണ്. അപ്പം അച്ചമ്മ എന്തായാലും ഇവളെ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഇവള് പോകുന്നത് കാണുമ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ അമ്പലത്തിലേക്കാന്ന് പറയുമ്പോൾ ഈ നേരത്ത് അമ്പലത്തിലേക്ക് നീ പോവാറില്ലല്ലോ, 8 മണിക്ക് മുന്നേ പോകുന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ നേരത്ത് എന്താ പോയാലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവള്. അപ്പോൾ അച്ചമ്മയുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് അച്ചമ്മയ്ക്ക് ഇവള് സീരിയലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും അച്ചമ്മ ഇവളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അമ്പലത്തിലാണെങ്കിൽ എല്ലാവരും സുനന്ദയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. അപ്പോൾ സുനന്ദയെ ഒന്നും കൂടി വിളിച്ചു നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സുധീഷൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ നിധിയാണെങ്കിൽ അതിന് മുതിരുന്നില്ല. അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൾ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ എങ്ങാനും അവിടെ ഉണ്ടെങ്കിൽ എല്ലാം കുളമാവില്ല. അതുകൊണ്ട് അതൊന്നും വേണ്ടെന്നാണ് നമ്മൾ നിധി പറയുന്നത്. എന്തായാലും സുനന്ദ ഇപ്പോൾ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടനുമായിട്ടുള്ള കല്യാണം നല്ല രീതിയിൽ നടക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം മേ ബി ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവാനാണ് ചാൻസ്. എന്തായാലും സുഭാഷ് ഏട്ടന് വേണ്ടിയിട്ട് നമ്മളെ സുനന്ദയെ പെണ്ണ് ചോദിക്കാൻ ഇവർ പോകുന്നില്ല. ഇതും കൂടി ഫെയിലായി കഴിഞ്ഞാൽ അപ്പം എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. സുനന്ദ അമ്പലത്തിൽ എത്തുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.